കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളും ഒക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 40 ആണ്ട് ആരോട് കൃത്തിച്ചു, പാപം ചെയ്തവരുടെ അല്ലയോ, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരുടെ അല്ലയോ, പിന്നെ ആരോടാകും? പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് എബ്രായ വിശ്വാസികളെ പൗലോസ് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലയോ. ഹല്ലേലൂയ. പിന്നെ ആരോടാകും? നമുക്കൊരു സ്വസ്ഥതയുടെ അനുഭവമുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്നത് 70 വയസ്സ് ഏറിയാൽ 80 മോശയുടെ പ്രാർത്ഥന 90-ാം സംഖ്യ നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് അതിൽ കൂടുതൽ പോയേക്കാം. ചിലപ്പോൾ ശൈശവത്തിലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുന്നത് കൊണ്ടെന്ന്. പ്രൈസലോ. ഏതായാലും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരായുസ് ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് സ്വസ്ഥതയും ദൈവം വെച്ചിട്ടുണ്ട്. ഒരു വിശ്രമം, അത് നമ്മുടെ മരണമാണ്. ആ വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. മരിച്ചു എന്ന് പറയുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് വിശ്രമിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ്. വിശ്രമത്തിൽ നമ്മൾ എഴുന്നേൽക്കും, നിദ്രയിൽ നമ്മൾ ഉണരും. അപ്പം മരണത്തോടു കൂടി നമുക്കൊരു വിശ്രമം, ഒരു സ്വസ്ഥത, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന പിതാക്കന്മാർ അനുസരണക്കേട് കാണിച്ച് യഹോവയായ ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് അവർക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, അനുസരണം കെട്ടവര്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നമുക്ക് സ്വസ്ഥതയിൽ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് വിശ്രമത്തിനായി കനാൻ ദേശത്തെ ഇസ്രായേൽ കൊടുത്തു. 2 കൂട്ടർക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോയി. അതിലൊരു കൂട്ടർ അനുസരണം കെട്ടവരാ, രണ്ടാമത്തെ കൂട്ടർ അവിശ്വാസികളാണ്. 430 വർഷം മിസ്രൈം അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ. ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് മണ്ണ് കുഴച്ച് കട്ടപിടിച്ച് രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അടിമപ്പണി ചെയ്ത് അവരുടെ നിലവിളി കേട്ട് കണ്ണുനീര് കണ്ട് യഹോവയായ ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയച്ച് മോശയിലൂടെ ഇസ്രായേലത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, മഞ്ഞ കൊടുത്തു, പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും അവർ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേട് മുഖാന്തരം അവർക്ക് സ്വസ്ഥതയിൽ കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പം സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു കൂട്ടർ ആരാണ്? ഹല്ലേലൂയ. 2 കൂട്ടർ. ഒരു കൂട്ടർ ആരാണ്? അനുസരണക്കേട് കാണിച്ചവർ. രണ്ടാമത്തെ കൂട്ടർ അവിശ്വാസികൾ. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് എബ്രായ ലേഖനം 3:19 വായിക്കുന്നത്. 3:19 വായിച്ചു നോക്കിയിട്ട് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണും. പ്രൈസലോ. ഈ ഭൂമി ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ, വചനം അനുസരിക്കാതെ, തിരുവെഴുത്ത് നാം പഠിക്കാതെ, തിരുവെഴുത്ത് പ്രകാരം ജീവിക്കാതെ, മരുഭൂമിയിൽ പട്ടുപോയ അനുസരണക്കേട് കാണിച്ച പിതാക്കന്മാരെ പോലെ ഞാൻ നിങ്ങൾ ജീവിച്ചാൽ ഇസ്രായേലും വാഗ്ദത്ത കനാനിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ വാഗ്ദത്ത കനാനിലേക്കല്ല പ്രവേശിക്കുന്നത്, നമ്മൾ സ്വർഗീയ കനാനിലേക്കാണ്. ആ സ്വർഗീയ കനാനിലെത്തി നമുക്ക് വിശ്രമിക്കുവാൻ കഴിയില്ല. ആ സ്വർഗീയ കനാനിലെത്തി നമ്മൾ വിശ്രമിക്കണമെങ്കിൽ നാം ദൈവത്തോട് അനുസരണമുള്ളവരായിരിക്കണം. വചനം അനുസരിക്കണം, വചനം പ്രമാണിക്കണം, വചനമനുസരിച്ച് ജീവിക്കണം. പ്രൈസലോ. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്കിതൊക്കെ ഒരു സഹോദരി സംസാരിച്ചു. അവരുടെ പ്രമാണങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പറയാ, ക്രൈസ്തവര് പള്ളിയിലെ അച്ഛന്മാരൊക്കെ പറയുന്ന മോശമാണ്, അവരെന്താ പറഞ്ഞു കൂട്ടുന്നത്. പിന്നെ പറയാ, പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത് മോശമാണ്. ഞാൻ പറഞ്ഞ അവർക്കൊരു പ്രമാണമുണ്ടല്ലോ, അവരവരുടെ പ്രമാണത്തെ കുറിച്ച് ഇവർ പറയും. നമ്മളിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ തന്നെ എന്റെ പ്രമാണമല്ലേ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന വേദപുസ്തകം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:30 പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സത്യം അറിഞ്ഞ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. നമ്മൾ വിമർശനക്കാരായിട്ട് കാര്യമില്ല. എല്ലാ മതസ്ഥരുടെ പ്രമാണം പ്രസംഗിക്കുന്നുണ്ട്. എന്റെ ഏരിയ ഞാനും ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പിന്നെ എനിക്ക് മറ്റേ എല്ലാവരും അവരുടെ പ്രമാണമല്ലേ സംസാരിക്കുക, അവരുടെ സംസാരിക്കട്ടെ, നമ്മളിതിനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ സത്യം അറിയുക എന്നുള്ളതാണ്. സത്യം അറിഞ്ഞാൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഇവിടെ ഏത് പ്രമാണം പ്രസംഗിച്ചാലും ഏത് പ്രമാണത്തിൽ നിന്നാലും ഏത് മതത്തിൽ ചിന്താഗതിക്കനുസരിച്ച് പോയാലും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ നാം അനുസരണക്കേട് മാറ്റിവെച്ചിട്ട് ദൈവവചനം പ്രമാണിക്കണം. അത് വാസ്തവമായ കാര്യമാണ്. ഏത് മതത്തിൽ നിന്നാലും ഏത് പ്രമാണത്തിൽ നിന്നാലും സ്വസ്ഥത എന്ന് പറയുന്ന ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ നാം അനുസരണക്കേട് മാറ്റിവെച്ചിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരിക്കലും കർത്താവിന്റെ വചനത്തെ നമ്മൾ വൃഥമായിട്ട് ഉപയോഗിക്കരുത്. എന്റെ വചനം വൃഥ ഉപയോഗിക്കരുത്, നാം വൃഥ എടുക്കരുതെന്നൊക്കെ കൽപ്പനയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും കർത്താവിന്റെ വചനം വൃഥമായിട്ട് ഉപയോഗിക്കരുത്. കർത്താവിനെ കുറിച്ച് വ്യാജം പറയുവാൻ ഞാൻ മനുഷ്യനല്ല എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കലും വ്യാജം പറയാത്തവനാണ്. വ്യാജം പറയാൻ നമ്മുടെ കർത്താവ് മനുഷ്യനേ അല്ല. അല്ലേ? അതിനെക്കുറിച്ച് നമ്മുടെ വേദപുസ്തകം പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണും. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ. ഈ ഭൂമി വ്യാജം പറയാത്ത ഒരു ദൈവത്തെ കാണിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമാണ്. ലോകരാഷ്ട്രങ്ങളിൽ അനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നെങ്കിലും വ്യാജം പറയുവാൻ കഴിയാത്ത ഒരുവൻ യേശുവാണ്. അതാ പറഞ്ഞത്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ഹല്ലേലൂയ. അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനാണ്. അപ്പം വ്യാജം പറഞ്ഞിട്ട് അനുദപിക്കുക. നമുക്കറിയാം, നമ്മുടെ ദൈവമക്കൾ, ദൈവദാസന്മാർ, വിശുദ്ധന്മാർ എന്ന ജനം മുഴുവൻ ഒരാളെ കുറിച്ച് പറയാവുന്ന ചീത്തകൾ മുഴുവൻ പറയും. ചീത്തകൾ മുഴുവൻ പറഞ്ഞിട്ട്, വ്യാജം മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ അവൻ പെട്ടെന്ന് ഈ സോറി പറയും. എന്താ 10ാം ക്ലാസ്സും ഗുസ്തി പഠിച്ച് സോറി എന്ന് പറയും. ഞാനിപ്പോൾ പറയാറില്ല, ചിലൊക്കെ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ കഴിഞ്ഞിടയിൽ എനിക്ക് ഒരു സഹോദരൻ വളരെ ആക്രോശിച്ചു, വളരെ ചീത്ത വിളിച്ചു, വളരെ അസഭ്യം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് എന്നോട് നേരത്തെയുള്ള വൈരാഗ്യം തീർക്കുന്നതാണ്. സഭാവിശ്വാസിയാ. എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ ഒച്ചയിൽ ആരാധിക്കുന്നതൊക്കെ നല്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കൂടെ ശ്രദ്ധിക്കണം, അയൽവാക്കത്തെ കൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് അല്പം സൗണ്ട് ഒന്ന് കുറച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പിറ്റേ ഞായറാഴ്ച വന്നിട്ട് മുണ്ടൊക്കെ അവിടെ മുടക്കി കുത്തി നേരെ എൻ്റെ നേരെ എഴുന്നേറ്റില്ലേ. എന്നിട്ട് പിന്നെ അങ്ങ് പോകാനൊരു പോട്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയുള്ള പിടിച്ചു തീർത്തതില്ല. പുറകെ പോകുന്ന പരിപാടി ഒന്നും എനിക്കില്ല. പോകുന്നത് പോയി. പിന്നെ അതിന്റെ പുറകെ പോയി വലിച്ചോണ്ട് വന്ന കൂനിമേൽ കുരു എന്ന് പറഞ്ഞവരാ. എന്റെ കാര്യമാണ് പറഞ്ഞു, ഞാൻ ഈ സഭ വിട്ടു പോകുന്നവരെ പുറകെ പോകത്തില്ല. പിന്നെ അത് കൂനിമേൽ കുരുവായിട്ട് മാറും. അതിപ്പോ നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ പോയത് പോട്ടെന്നേ, വേറെ എവിടെയും ചെന്ന് കയറട്ടെ. പിന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി പോകാൻ നോക്കിയിരിക്കുന്നതും വലിച്ചുകൊണ്ട് പോകാനിരിക്കുന്നവരും കയറ്റാനിരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അല്ലേ? അത് വിട്ടേക്കാം, അങ്ങനെ പോട്ടെ. അപ്പൊ എന്നെ ഒന്ന് വളരെ ആക്രോശിച്ചു കേട്ടോ. പിറ്റേ ആഴ്ച പാസ്റ്റർ സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറയാനുള്ളത് മുഴുവൻ അങ്ങ് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് സോറി പറയാം. എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മറ്റൊരാളെ മുഴുവൻ അസഭ്യം പിടിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രതികാരം മുഴുവൻ തീർത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ആ മനുഷ്യനെ ഉള്ള എല്ലാം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരു സോറി പറയരുത്. അപ്പൊ എന്നോട് സോറി പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് തീർത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ അന്നേ വിട്ടുകളഞ്ഞ്, അതിനെ അന്നേ മറന്നു കളഞ്ഞു. കാരണം നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്കറിയാം. ചാത്തിയെ കൊണ്ട തൂത്താ മാറത്തില്ലല്ലോ. നമ്മൾ ഈ സോറി എന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ അങ്ങ് ഒരു നാടൻ ഭാഷ പോലെ ഉപയോഗിക്കുക. ആവശ്യത്തിന് ഉപയോഗിക്കണം. സോറിയൊക്കെ നല്ല ആവശ്യത്തിന് ഉപയോഗിക്കണം. അല്ലാതെ ഒരാളെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഒന്ന് സോറി, എന്തോ ലോറിയാ സോറി, ലോറി, ഗ്ലോറി. എന്നെ കേൾക്കുന്ന പറയുന്നത്, നിങ്ങൾ ഒരാളെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കൊലോസ്യലേഖനം 4:6 എന്താ പറയും? നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നാണ്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ എന്താണ്, ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവർ മോശയോട് പിറുപിറുത്തു, മോശയോട് അനുസരണക്കേട് കാണിച്ചു. എന്ന് പറഞ്ഞാൽ യഹോവയെ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് പോലെയാണ്. കാരണം മോശയെ ലീഡറാക്കി വെച്ചതും, മോശ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ വേണ്ടി ഇസ്ലാമിക വിട്ടതും, മോശയുടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് നയിക്കുന്നതെല്ലാം യഹോവയെ ദൈവത്തിന്റെ നിയോഗമാണ്. അപ്പൊ മോശയുടെ വായോടുകൂടി യഹോവയെ ദൈവമുണ്ട്. മോശയെ ദൈവം നിയോഗിച്ച ആ മോശയ്ക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തു.
അവർക്കൊന്നും സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സൗകര്യങ്ങൾ പറയട്ടെ, നിന്റെ സ്വസ്ഥതയിലുള്ള പ്രവേശനമുണ്ട് നീയായിട്ട് തടസ്സപ്പെടുന്നത്. ഈ ഭൂമിയിലെ നിനക്ക് ജീവിതമുണ്ട്, ആ ജീവിതം താൽക്കാലികമാണ് കേട്ടോ. ഈ ജീവിതമൊക്കെ കഴിഞ്ഞ് നിനക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ അവസരം ദൈവം തരും. ആ സ്വസ്ഥത നരകത്തിലായിരിക്കണോ നിത്യത്തിലായിരിക്കണം നീ ആലോചിക്കണം. അല്ലേ, നിന്റെ നിത്യത നരകത്തിലാണോ ദൈവരാജ്യത്തിലാണോ എന്ന് ആലോചിക്കണം. അല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ആളുകളും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. അല്ലേ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ട് നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ 4 രാജ്യത്തിലൂടെ കടന്നു പോകണം. 4 രാജ്യങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്താൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ 4 രാജ്യത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ ഓർപ്പിക്കാം. അതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ നാം അധിവസിക്കുന്ന ഈ ഭാരതം നമ്മുടെ രാജ്യമല്ലേ. നമ്മൾ ഭാരതം എന്ന രാജ്യത്തിനെന്നുള്ള കേരളത്തിന് അതിനകത്തെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമുണ്ട് കേരളം, അതിനകത്ത് വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ആശ്ചര്യമായി ഭാരത രാജ്യത്തിൽ നിന്ന് നമ്മൾ പുത്രന്റെ രാജ്യത്തിലേക്ക് വരണം. അല്ലേറിയ പുത്രന്റെ രാജ്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന വേദപുസ്തകം കേട്ടോ. നമ്മളെ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷാപിതാമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ പുത്രന്റെ രാജ്യത്തിൽ ദൈവരാജ്യത്തിലാകുകയാണ്. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് മരണം സംഭവിച്ചാൽ നമ്മൾ അന്ത്യവിശ്രമത്തിനായി കല്ലറയിലേക്ക് പോകും. അല്ല നമ്മൾ കർത്താവിന്റെ രൂപാന്തരം പ്രാപിക്കുന്നവരാണെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവും. അല്ലേ, അപ്പൊ കർത്താവിന്റെ വരെ എപ്പോഴാണ് നമുക്കറിയത്തില്ല. ഇനിയിപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരിച്ച വിശുദ്ധന്മാരേക്ക് ഉയർത്തിയതേക്കും പിന്നെ ജീവനോടെ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കണമെങ്കിലും നമ്മൾ രൂപാന്തരം പ്രാപിക്കും. നമ്മൾ ആശ്ചര്യമായി വസിക്കുന്ന ഈ ഭാരത രാജ്യത്തിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വരണം. പ്രൈസലോ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് യേശു നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. ദൈവരാജ്യം നമ്മളിലേക്ക് വരിക, നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. ദൈവരാജ്യം നമ്മളിലേക്ക് വരുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലേ, അങ്ങനെ നമ്മൾ യേശുവിൽ ജീവിക്കുമ്പോൾ മാത്രം ജീവിക്കുന്നതിന് മാത്രം രൂപാന്തരമുള്ളൂ. അങ്ങനെ സഭ എടുത്തതിന് ശേഷമായിട്ട് സ്തോത്രം ഒരു 7 വർഷം ആന്റിക്രിസ്റ്റിന്റെ ഭരണമുണ്ടല്ലോ. അതും കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച സഹസ്രാബ്ദ രാജ്യം. ഒന്നാണ് ആശ്ചര്യമായ രാജ്യം ഈ ഭാരതം. 2 പുത്രന്റെ രാജ്യത്തിലേക്ക് എത്തുന്നു. പാപം ഏറ്റുപറഞ്ഞ് പുത്രന്റെ രാജ്യത്തിലേക്ക് എത്തുന്നു. 3ാമത് യേശു വിശുദ്ധന്മാരുമായി സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് വരുന്നു. അല്ലേ, ഈ സഹസ്രാബ്ദ രാജ്യത്തിൽ എത്തുന്നവർക്ക് പിന്നീട് 4ാമത്തെ രാജ്യമായിരിക്കും നിത്യമായ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ സ്വസ്ഥത കേട്ടോ. അല്ലേ, അവിടെയാണ് നമുക്ക് നിത്യത മുഴുവൻ സ്വസ്ഥത. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രേക്ഷകർ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അല്ലേലിയ, അല്ലാതെ ഇവിടെ സ്തോത്രം അല്ലേലിയ നാം ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുമുറി തിന്നണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിവിടെ ഇഷ്ടം പോലെ ജീവിച്ച് കുളച്ച് മതിച്ച് ജീവിച്ച് നടന്നാൽ നിത്യതയിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കത്തില്ല. എബ്രായ വിശ്വാസികൾ അതാണ് പൗലോസ് പറഞ്ഞത്. അവർ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം. അവരവരുടെ എല്ലാം വിട്ടുപോന്നിച്ച് സത്യവേദ പുസ്തകത്തെ കരങ്ങൾ കൊണ്ടെടുത്ത് സത്യവചനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ പഴയതിലേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? വളരെ പ്രൗഢഗംഭീരമായ നിലയിൽ പലതും പണിതുയർത്തി തലപൊക്കി നിർത്തുക. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. അല്ലേ, അപ്പൊ അവർക്കൊരു തോന്നൽ മടങ്ങിപ്പോയാലോ എന്ന ആ സമയത്താണ് പൗലോസ് ഇവരോട് പറയുന്നത്. അല്ലേലിയ, സ്തോത്രം. മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് ആരോട് കൃത്തിച്ചു പാപം ചെയ്തവരോടല്ലോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. 40 നാളുകൾ മരുഭൂമിയിൽ ജീവിച്ച് ദൈവത്തോട് മറുതരിച്ചു. ആ മനുഷ്യരെല്ലാം മരുഭൂമിയിൽ വീണുപോയി, അല്ലെങ്കിൽ മരിച്ചുപോയി. 20 വയസ്സിന് താഴോട്ടുള്ളവരാണ് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. അതിനകത്ത് 2 നായകന്മാർ യോശുവയും കാലേബും മാത്രമേ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമോ? എല്ലാവരും പറഞ്ഞ മരിച്ച ഉടനെ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന്. അങ്ങനെ ചെല്ലുന്നത് സ്വർഗത്തിൽ അങ്ങ് ചെല്ലുമെന്ന് പറഞ്ഞാൽ ഇതന്നെ തുറന്നു കിടക്കുന്ന ഒരു വിശാലമായ സ്ഥലം തന്നെയാണ്. അങ്ങനല്ല, സ്വർഗത്തിന് വാതിലുണ്ട് കേട്ടോ. ആ വാതിൽ യേശുവാ. അല്ലേറിയ നമുക്കിപ്പോ എങ്ങോട്ടുള്ള ലോകത്തിന്റെ വാതിൽ വിശാലമായിട്ട് കിടക്കുക. നമുക്ക് എങ്ങനെ വേണ്ടി യാത്ര ചെയ്യാം.
പക്ഷേ സ്വർഗരാജ്യത്തിന് വാതിലുണ്ട്. സ്വർഗരാജ്യത്തിന്റെ വാതിൽ ഭൂമിയിലെ ഒരു മനുഷ്യനും പണിത താക്കോല് കൊണ്ട് ചാവി കൊണ്ട് തുറക്കാൻ പറ്റത്തില്ല. എത്ര വിദഗ്ധമായി ഇവിടെ ഒരു ചാവി പണിത് ആ താക്കോല് പണിത് ആ താക്കോല് കൊണ്ട് പോയി സ്വർഗരാജ്യം തുറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്വർഗരാജ്യം തുറക്കണമെങ്കിൽ, ആ അധികാരം നിനക്ക് വരണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം സ്ഥാപിതമായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ദൈവവചന പ്രമാണം അനുസരിച്ച് ജീവിക്കണം. അപ്പം അങ്ങനെ നീ ഇവിടെ നീ മരിച്ച് അല്ലെങ്കിൽ നീ രൂപാന്തരപ്പെടുന്ന നിനക്ക് ആ നിത്യവിശ്രമത്തിൽ പ്രവേശിപ്പാൻ സ്വർഗരാജ്യം യേശുവാകുന്ന വാതിലൂടെ. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ വാതിലാണ് യേശുവ. യോഹന്നാന്റെ പുസ്തകം 10-ാം അധ്യായം പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവനാ. അല്ലാതെ സ്വർഗരാജ്യത്തിൽ ഇവിടുത്തെ കള്ളുകുടിയന്മാർക്കും പെണ്ണുകുടിയന്മാർക്കും ഇവിടുത്തെ മയക്കുമരുന്ന് രോഗികൾക്കും ബാർ നടത്തുന്നവനും ബീവറേജ് നടത്തുന്നവനും കള്ളുഷാപ്പ് നടത്തുന്നവനും ചൂതാട്ടം നടത്തുന്നവനും ആക്രമണം നടത്തുന്നവനും രാഷ്ട്രീയക്കാർക്കും തീവ്രവാദികളും ഭീകരവാദി വർഗീയ എല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ലെന്നേ. ഇവിടെ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും പാപത്തിൽ മരിച്ച ഇഷ്ടംപോലെ അടിപിടി എല്ലാം ഉണ്ടാക്കി, കള്ളക്കേസ് ഉണ്ടാക്കി, കൊലപാതകം ചെയ്ത് കണ്ടുപിടിച്ച് പീഡിപ്പിച്ച് പീഡനം ചെയ്ത് ഇവരൊക്കെ മരിച്ചു അടക്കാൻ നേരത്തെ സംസ്കാര ചൂടി പറയുന്ന വാക്കുകൾ കേട്ടാലേ എല്ലാവരും സ്വർഗത്തിലെത്തിയെന്ന. ഒരിക്കലും ജലത്തിലെ സഹോദരൻ അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രമാണം അനുസരിക്കണം. ദൈവരാജ്യത്തെ പ്രവേശിക്കുക യേശുക്രിസ്തു വാങ്ങുന്ന വാതിലൂടെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിമ തുറന്നു കിടക്കുന്ന സ്ഥലമൊന്നുമില്ല, കാളച്ചന്തയൊന്നും അല്ല സ്വർഗരാജ്യം എന്ന് പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം അല്ലെ പിതാവ് പുത്ര പരിശുദ്ധന്മാർ നിറയപ്പെട്ട കോടാനുകൂടി ദൂതന്മാരും ഗരുവുകളും സാറാപ്പുകളും നിറയപ്പെട്ട നമുക്ക് മരിച്ചുപോയ വിശുദ്ധന്മാരാൽ തിങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന 24 മണിക്കൂർ സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ നിറയപ്പെട്ട് നിൽക്കുന്ന ആ സ്വർഗീയ ആ അന്തരീക്ഷം ഹല്ലേലൂയ അത് നമ്മുടെ ആത്മാവിന്റെ കണ്ണുകൊണ്ടാണ് കാണേണ്ടത്. ഹല്ലേലൂയ. അവിടേക്ക് പ്രവേശിക്കണം, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം, പാപത്തെ ഏറ്റുപറയണം, പാപത്തിന് പരിഹാരം വരുത്തണം, പാപത്തിന് ശുദ്ധീകരണം വരുത്തണം, പാപത്തെ നീ വലിച്ചെറിയണം. വലിയ പാപമാകുന്ന നിന്റെ ശരീരത്തെ നീ നീക്കിയിട്ട് നിന്റെ ശരീരത്തെ നീ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് നീ ദൈവത്തിലേക്ക് വരണം. പ്രൈസലോ. അപ്പം ദൈവവചന ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തുന്നതാണ്, കഠിനപ്പെടുത്തുന്നതല്ല. ദൈവവചനം നമ്മുടെ ഹൃദയത്തെ മാർദ്ദവത്തിലേക്ക് ഒരിക്കലും കഠിനപ്പെടുത്തുന്നതല്ല എന്ന് വചനം പറയും. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുകയും അവന്റെ അത്ഭുത പ്രവർത്തികൾ കാണുകയും ചെയ്ത ഇസ്രായേൽ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ് ചെയ്തത്. ദൈവവചനം മാർദ്ദവമാക്കുന്നതാണ്, ഹൃദയത്തെ കഠിനമാക്കുന്നതല്ല. എന്നാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേൽ ചെങ്കടലിൽ 2ആയിട്ട് പിളർന്നവരെ മരുഭൂമി നടത്തി പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത് സ്വർഗീയ മന്ന ദൂതന്മാർ കഴിക്കുന്ന അമ്മയെ മന്ന കൊടുത്ത് കാടപ്പക്ഷികളെ കൊടുത്തിട്ടും ഇസ്രായേലിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവരാ മരുഭൂമി മരിച്ചു പോയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇസ്രായേലിന്റെ ഹൃദയം കഠിനമാക്കി ആകണം ചെയ്തത്. ആ കാനാനിൽ അവർക്ക് പ്രവേശിപ്പാൻ, കാനാനിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പോകുന്ന ആ സ്വസ്ഥതയെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞിരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് കാനാനിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വസ്ഥതയെക്കുറിച്ച് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ, പറഞ്ഞിരുന്നു. സ്തോത്രം. എന്നാൽ അവരുടെ അവിശ്വാസം മൂലം അവർക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം മുഖാന്തരം അവർക്ക് അസ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അതാണ് എബ്രായ ലേഖനം 3:19 വായിച്ചത്. ഹല്ലേലൂയ, കഴിഞ്ഞില്ല. മിസ്രയീമിൽ നിന്നും കാനാനിലേക്കുള്ള ഏകദേശം 200 മൈൽ എന്ന് പറഞ്ഞാൽ 320 കിലോമീറ്റർ കേവലം 11 ദിവസത്തെ യാത്ര കൊണ്ട് അവർക്ക് പിന്നിടാൻ കഴിയുമായിരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്ന ഒരു 11 ദിവസം മതി. ഈ 11 ദിവസം എന്ന് പറയുന്നത് അത് 200 മൈലാ. 200 അന്നത്തേക്ക് 200 മൈൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ കിലോമീറ്റർ പറയുമ്പോൾ ഏകദേശം 320 കിലോമീറ്റർ. 200 മൈൽ അഥവാ 320 കിലോമീറ്റർ നടന്നാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൽ കടന്ന ജനം ആ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കും വെറും 11 ദിവസം കൊണ്ട്. അവരുടെ അനുസരണക്കേട് മുഖാന്തരം, അഹങ്കാരം മുഖാന്തരം, നികള മുഖാന്തരം ദൈവത്തോട് പിറുപിറുത്തുകൊണ്ട് എന്ത് ചെയ്തു? 11 ദിവസം കൊണ്ട് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് സ്വസ്ഥത അനുഭവിക്കേണ്ട ജനം 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. കണ്ടോ, അനുസരണക്കേട് എവിടെ കൊണ്ട് എത്തിച്ചു നോക്കി. 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ഇന്ന് പകരം കേൾക്കുന്ന മാതാവ് പിതാവി, ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ദൈവം നിനക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. വചനത്തെ നിന്റെ ഹൃദയം കഠിനമാകും, അല്ലെങ്കിൽ നിന്റെ വചനം നിന്റെ ഹൃദയത്തെ മാർദ്ദവമാക്കുന്നതാണ്. അല്ലാതെ വചനം കേട്ട് നിന്റെ ഹൃദയം കഠിനമാക്കിയാൽ ഇസ്രായേൽ മരുഭൂമിയിൽ നീ മത്സരിച്ചാൽ നിന്റെ വാഗ്ദത്തങ്ങൾ നീളുക തന്നെ ചെയ്യും. ഒരുപക്ഷെ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല.
അല്ലേ ഇസ്രാമേൽക്ക് വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലേ 40 വർഷം അവരെ എന്ത് മരുഭൂമിയിൽ എന്നിട്ട് 20 വയസ്സിന് മുകളിലോട്ടുള്ള സകല എണ്ണവും മരുഭൂമിയിൽ പെട്ടുപോയെന്ന്. സ്തോത്രം. ഓർത്തു നോക്കി, ഈ വചനം നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ട് നീ ദൈവത്തിന് മത്സരിക്കുകയാണെങ്കിൽ, അഹങ്കരിക്കുകയാണെങ്കിൽ, നിഗളിക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്വഭാവി, നീ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നാലും, നീ സഭയുടെ ഏറ്റവും അങ്ങ് ഉത്തങ്ക ശൃംഖലയിൽ ഇരിക്കുന്ന വ്യക്തിയായി, ഉത്തരദിക്കിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും നിനക്ക് സ്വസ്ഥതയെ പ്രവേശിക്കാൻ കഴിയത്തില്ല. ദൈവസംസ്ഥാനം നമ്മൾ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്, മത്സരിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്. അനുസരണക്കേട്ടവരോട് ദൈവം കരുണ കാണിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് മുന്നറിയിപ്പും ദൂതുകളും ഒക്കെ ദൈവം വചനത്തിലൂടെ തന്നിട്ട് വചനം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവിന്റെ ജീവിതത്തിന്റെ അവസാനം എന്നൊക്കെ പറയുന്നത് നിത്യ നരകമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 40 ദിവസം കൊണ്ട് അല്ലെ 40 വർഷം കൊണ്ട്, 40 ദിവസമല്ല 40 വർഷം കണ്ട് ഹല്ലേലൂയ അവർക്ക് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് കനാനിൽ പ്രവേശിപ്പാൻ അത്രയും വർഷം എടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ 40 വർഷം അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. മോശയുടെ വചനം അനുസരിക്കാത്തവർ മരുഭൂമിയിൽ വെച്ച് പരാജിതരാകുകയും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്തുവെങ്കിൽ ക്രിസ്തുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് അതിന് തക്കവണ്ണമുള്ള പ്രതിഫലമായിരിക്കും ലഭിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം മോശയിലൂടെ ദൈവം പറഞ്ഞ വചനത്തെ അനുസരിക്കാതെ മോശയോട് മറുതിരിച്ചവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോയെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ വചനമനുസരിച്ച് ജീവിക്കാതെ നമ്മൾ അനുസരണക്കേട് കാണി ജീവിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന മഹാന്യായവിധി എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 22-ന്റെ 11 ഒന്ന് വായിക്കണം. എന്താ? അനീതി ചെയ്യുന്നവനെ അനീതി ചെയ്യട്ടെ, നീതിമാനിനെ നീതീകരിക്കട്ടെ. അല്ല, അനീതിയായിട്ട് അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാനിനെ നീതിയായിട്ട് വിശുദ്ധനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഞാൻ വേഗം വരുന്നു. കർത്താവ് 12-ാമത്തെ വെളിപ്പാട് പുസ്തകം 22-12 പറയാണ്, ഞാൻ വേഗം വരുന്നു നമ്മുടെ പ്രതിഫലം തരാൻ വേണ്ടി. ഹല്ലേലൂയ. നിന്റെ പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് മറുതിരിച്ച് സഭയോട് മറുതിരിച്ച് നീ വചനത്തെ മറുതിരിച്ച് നിന്റെ ഹൃദയം കഠിനമാക്കി നിന്റെ തന്നിഷ്ടപ്രകാരമാണ് ജീവിക്കുന്നെങ്കിൽ നിനക്ക് വാഗ്ദത്ത കാനാനിൽ ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നത് പോലെ നിനക്ക് സ്വർഗ്ഗ കാനാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ എല്ലാം താൽക്കാലികമായ ജീവിതമാണ്. ഇവിടുത്തെ മനുഷ്യന്റെ സ്വാർത്ഥരാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ മനുഷ്യന്റെ സ്വാർത്ഥന് സ്വയം പ്രശംസക്കാരുമാണ്, സ്വയം നിഗളികളാണ്. അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിളിച്ച് ഈ ഭാരത രാജ്യത്ത് ദൈവം നിന്നെ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി. അവിടെ നിനക്ക് സഹസ്രാബ്ദ രാജ്യത്തിൽ എത്തണമെങ്കിൽ, 1000 ആണ്ട് വാഴ്ച വരണമെങ്കിൽ ഇവിടെ നീ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ അധപ്പതനത്തിന്റെ 3 പടികൾ ഇവിടെ കാണാം. ഒന്ന്, അവരുടെ മത്സരമായിരുന്നു. സാഹചര്യത്തിൽ വാഗ്ദത്തദേശത്ത് പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ 3 കാരണങ്ങൾ. ഒന്ന്, അവരുടെ മത്സരമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 18-ാം വാക്യത്തിൽ കാണാൻ 3:18. 2, ഹല്ലേലൂയ, അവരുടെ പാപമായിരുന്നു. വാക്യം 17 കാണാൻ കഴിയും. എബ്രായരിലും 3:17. 3, അവരുടെ അനുസരണക്കേടായിരുന്നു. എബ്രായരിലും 3:10. അപ്പൊ 3 കാരണമാണ്. ഒന്ന് അവരുടെ മത്സരം, 2 പാപം, അവരുടെ അനുസരണക്കേടാണ്. ഹല്ലേലൂയ. അവർക്ക് വാഗ്ദത്ത ദേശത്ത് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, വളരെ ശാന്തമായിട്ട് ഈ ദൈവജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് അസ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയണം. ഇവിടെ തല്ലുണ്ടാക്കി, ബഹളമുണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി, കസേരകളി നടത്തി, കസേര എടുത്ത് അടിച്ചു. ഹല്ലേലൂയ. പുരോഹിതന്മാർ തമ്മിലടിച്ചും, മാതാപിതാക്കൾ തമ്മിലടിച്ചും, മക്കൾ തമ്മിലടിച്ചും, സഭ വിശ്വാസികൾ തമ്മിലടിച്ചും. നാം മത്സരിച്ച് ഈ ലോകത്ത് പാപം ചെയ്ത് ജീവിച്ചാൽ ദൈവം കാണുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ തന്നിഷ്ടപ്രകമായി ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊരിക്കലും സ്വർഗ്ഗ കാണാൻ പ്രവേശിക്കാൻ കഴിയില്ല. നിനക്ക് മരണാനന്തരം ലഭിക്കുന്ന നിത്യമായ നരകമായിരിക്കും, നരകാഗ്നിയായിരിക്കും, നരകക്കടലായിരിക്കും. അവിടെ കിടാത്ത തീയും ചാകാത്ത പുഴുവുമായിരിക്കും. ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരിക്കലും സ്വസ്ഥതയില്ല. ഒരിക്കലും നിനക്ക് മടങ്ങിയെത്താൻ അവിടെ നിന്ന് മോചനമില്ല. നിനക്കിന്റെ സ്വസ്ഥത മുഴുവൻ കിടാത്ത തീയിലായിരിക്കും. അവിടെ സകലവിധ ദുഷ്ടന്മാരും അവിടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നാളിത് പറഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞ, നരകത്തിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവരോടൊക്കെ നമ്മൾ എന്താ പറയുന്നത്? നരകത്തിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ, സ്വർഗത്തിൽ നിന്ന് വന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു.
ആ നരകത്തിൽ നിന്ന് വന്ന ആരെങ്കിലും പറഞ്ഞാലേ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ അത്രത്തോളം കൊണ്ടുപോകട്ടെ. നരകത്തിൽ നിന്ന് വന്ന് വിശ്വസിക്കുന്ന നീ വന്നതിനോട് പറയുമ്പോൾ നീ നരകത്തിലെത്തിയിരിക്കും. അല്ലേരിയ നമുക്ക് വിശ്വാസം എന്നത് ആശിക്കുന്ന ഒരു ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുണ്ട്. എബ്രായ ലേഖനം 11:1 ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് പ്രമാണിക്കുന്നു, അത് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദപുസ്തകം അത് സത്യം തന്നെയാണ്. അതിലെഴുതിയിരിക്കുന്ന വചനം യേശുവിന്റെ വചനമാണ്. അത് ആ വചനം ദൈവമാണ്. അത് കളങ്കമുള്ളതല്ല, വലിയ കളങ്കമേൽക്കുന്നതല്ല. അല്ലെ അത് നിർമ്മലമായ വചനങ്ങളാണ്. അല്ലേരി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പാപത്തെ വിട്ട് മടങ്ങി വരണം. അല്ലേരി ഒരിക്കൽ കർത്താവ് ഇസ്രായേലിന് വെള്ളം നൽകുവാനായി മോശയുടെ അടുക്കൽ പാറയോട് സംസാരിക്കാൻ പറഞ്ഞു. അല്ലേരിയ മോശയോട് പറഞ്ഞു, നീ പാറയോട് സംസാരിക്കണം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. അല്ലേരിയ എന്നാൽ മോശ ഈ പാറയിൽ നിന്നാണോ വെള്ളം പുറപ്പെടുവിക്കുന്നത് എന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അല്ലേരിയ മോശയോട് പറഞ്ഞു, നീ പാറയോട് സംസാരിക്കേ, പാറയോട് കൽപ്പിക്കേ, നിനക്ക് വെള്ളം കിട്ടും. പക്ഷെ മോശ എന്താണ് ചെയ്തത്? പാറയോട് പാറയെ അടിച്ചു. അല്ലേരിയ അപ്പൊ മോശ എന്ത് ചെയ്തു? ഈ പാറയിൽ നിന്ന് വെള്ളം ഇത്രയും ജനത്തെ കുടിപ്പോ ഈ പാറയിൽ നിന്ന് വെള്ളം കിട്ടുമോ? അവിശ്വാസം, മോശയുടെ അവിശ്വാസ വാക്കുകൾ പറഞ്ഞു. കർത്താവിനെ അനുസരിക്കാതെ പാറയെ അടിച്ചു. ആകെ കർത്താവ് പറഞ്ഞു, കലഹജലത്തിങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തത് കൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. മോശയ്ക്ക് പോലും കൊടുത്തുന്ന പണി, അങ്ങനെ പറയട്ടെ, മോശയ്ക്ക് പണി കൊടുത്തുന്ന കർത്താവ്. എന്റെ നിങ്ങളെ പുസ്തകം വായിക്കണം. സംഖ്യാപുസ്തകം 20:14, 20 സംഖ്യാപുസ്തകം 20:24, സംഖ്യാപുസ്തകം 20:24 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അഹരോൻ തന്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന മറുത്തത് കൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അലറിയ എന്ന് മോശയോട് പറയാം. പാറയോട് കൽപ്പിക്കാനാ പറഞ്ഞത്. മോശയ്ക്കൊരു സംശയം, അവിശ്വാസം പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടൊക്കെ ചെയ്യുക. പക്ഷെ അവിശ്വാസം മുഖാന്തരം മോശയ്ക്ക് വാഗ്ദത്ത ദേശം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ മോശയെ മലമുകളിൽ കൊണ്ട് കാണിച്ചിട്ട് വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ അതിൽ പ്രവേശിക്കുക. ആവർത്തനം 32:52 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ ഏരിയ 32:52 വായിക്കണം കേട്ടോ. അല്ലേ ഏരിയ 32-33 അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദൈവവചനത്തെ നമ്മൾ അനുസരിക്കണം. അല്ലേ ഏരിയ ദൈവവചനത്തെ അനുസരിക്കാത്തടത്തോളം കാലം നമുക്ക് ദൈവത്തോട് ചേരുവാൻ കഴിയില്ല. അല്ലേ ദൈവത്തോട് ചേരണമെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അപ്പം നിനക്ക് വാഗ്ദത്ത ദേശം പ്രവേശിക്കാൻ കഴിയും മോശയോട് ദൈവം പറഞ്ഞിട്ട്, മോശയോട് ദൈവം എന്താ ചെയ്തെന്ന് പറയുമോ? ആവർത്തനം 32:52 വാക്യം വരുമ്പോൾ, നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല. നമ്മൾ ആവർത്തന പുസ്തകം 20:24 വായിച്ച പദം ആവർത്തന പുസ്തകം 32:52 വരുമ്പം പറയാണ്, നീ ദേശത്തെ നീ കാണും, പക്ഷെ ഇസ്രായേൽ കൊടുക്കാൻ പറയുന്ന ദേശമാണ്. അപ്പൊ മോശ ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടത അനുഭവിച്ച് കർത്താവിന് വേണ്ടി നിന്ന് മോശയുടെ ഒരു അനുസരണക്ക് ഒരു അവിശ്വാസം മുഖാന്തരം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോയെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നമ്മൾ എത്ര ദൈവത്തെ ഭയപ്പെടണം. അല്ലേ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണം. പ്രമാണത്തിന് അധിഷ്ഠിതമായ ജീവിതം, പാപമില്ലാത്ത ജീവിതം, നിഷ്കളങ്കമായ ജീവിതം, നിർമ്മലമായ ജീവിതം, പരിശുദ്ധമായ ജീവിതം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അല്ലേ പാപം ചെയ്യുന്ന വ്യക്തിക്ക് സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ ഒരു പാപിക്കും സ്വർഗരാജ്യത്തേക്ക് ചെല്ലാൻ കഴിയത്തില്ല. സ്വർഗരാജ്യം വിശുദ്ധന്മാരുടേതാണ്. അല്ലേ അപ്പൊ മോശയുടെ അനുസരണക്കേട് മുഖാന്തരം നഷ്ടപ്പെട്ടതാണ് വാഗ്ദത്ത കനാനാണ്. അല്ലേ അപ്പം കനാൻ ദേശം ഒരു വിശ്രമത്തിന്റെ ദേശമാണ്. മലകളും പർവ്വതങ്ങളും ഉള്ള ദേശം തന്നെ, ആകാശത്തിൽ നിന്നും മഴയെ വർഷിക്കുന്ന ദേശം. അവിടെ കനാന്യ ജനങ്ങൾ കർത്താവിനോട് അനുസരണം വലിയ കെട്ടവരായതിനാൽ കർത്താവ് അവരെ തുരത്തി. ഈ കനാൻ ദേശം വളരെ പർവ്വതങ്ങളും മലകളും കൊണ്ട് നിറയപ്പെട്ട സ്ഥലമാണ്. വളരെ ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്. മഴ നിരന്തോറും കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ദേശത്തെ അവിടെ താമസിക്കുന്നവരാണ് ഒരു കനാന്യര. ഈ കനാന്യജനം ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ആ കനാൻ രാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി കനാനിലുണ്ടായിരുന്ന 7 ജാതികളെ ദൈവം തുരത്തി ഓടിച്ചു. അല്ലേരിയ ദൈവം ആ ദേശം ഇസ്രായേലിയർക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി. എന്നാൽ ഇസ്രായേലിനും അനുസരണക്കെട്ടവരായതിനാൽ പിന്നെ എന്ത് ചെയ്യും? അല്ലേരിയ
അതുപോലെ ഇസ്രായേലും അനുസരണം കെട്ടവരായി. പിന്നെ എന്തോ ചെയ്യും? അല്ലേറിയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആവർത്തന പുസ്തകം 8:20 വായിച്ചാൽ കാണാൻ കഴിയും. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ സ്തോത്രം നിങ്ങൾ നശിച്ചു പോകും. അല്ലേറിയ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ നിങ്ങൾ നശിച്ചു പോകുന്നു. അനുസരണക്കേട് കാണി. അനുസരണം കെട്ടവർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. അല്ലേ? എനിക്ക് ഏതാം തോട്ടത്തിലെ ആദ്യത്തെ പാപം അനുസരണമില്ലായ്മയിൽ ഉണ്ടായതാണ്. ആദാം ഹവ്വയിൽ നിന്നും ആ തലമുറയിൽ നിന്നും പാപവും അനുസരണക്കേടും മാനവരാശിയിലേക്ക് മുഴുവൻ പാമ്പിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു തന്നെ പൂർണ്ണ അനുസരണമുള്ളവനായി സമർപ്പിച്ചുകൊണ്ട് യൗവനത്തിൽ തന്നെ തന്റെ മാതാവായ മറിയയും യോസേപ്പിനോടും സകല വിധത്തിലും അനുസരിച്ചു. യേശുക്രിസ്തു ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് മറിയയെ യേശുവിനെ പ്രസവിച്ചു. മറിയയ്ക്കും യോസേപ്പിനും യേശു കീഴ്പ്പെട്ടു, അനുസരിച്ച് ജീവിച്ചു, അനുസരണം കാണിച്ചു എന്നാണ് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാത്തിനും അനുസരിച്ചു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2:8 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? ഹല്ലേലൂയ. യേശു സകലത്തെയും അനുസരിച്ചു എന്നതാണ്. അതുകൊണ്ട് അന്ന് യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 2:6, 7, 8 വായിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാധിച്ചില്ല, തന്നെ താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത് മുഖാന്തരം യേശുവിനെ എല്ലാ നാമത്തിലും അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായി നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകനും മുഴക്കാൻ ഒക്കെയും മടങ്ങി എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവ് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. പുത്രനായ യേശു ക്രിസ്തു തന്റെ മാതാവായിരിക്കുന്ന മറിയെ, തന്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസേപ്പിനെ അനുസരിച്ചു. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പിതാവ് ദൈവത്തെ അനുസരിച്ചു. അല്ലെങ്കിൽ അതിനുകൊണ്ട് എന്ത് ചെയ്തു? ഏറ്റവും മഹത്തായ നാമം നൽകി, ഏറ്റവും ഉന്നതമായ നാമം നൽകി പിതാവ് പുത്രനെ മാനിച്ചു. എന്താ അനുസരണമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അനുസരണക്കേട് നിന്റെ ജീവിതത്തിൽ വരരുത്. അതുകൊണ്ട് നമ്മൾ എബ്രായർ 5:9 വായിക്കണം. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായ യേശു ക്രിസ്തു തീർന്നുവെന്ന് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. എബ്രായർ 3:18 ഇങ്ങനെ വായിക്കുന്നു, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണക്കെട്ടവരോട് അല്ലയോ, പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ അസ്വസ്ഥതയെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളടച്ചാട്ട് ഇന്ന് പകൽ നാം ദൈവത്തോട് അനുസരണം കാണിച്ചുകൊണ്ട്, ദൈവത്തോട് മത്സരിക്കാതെ, വർദ്ധിക്കാതെ, വചനത്തോട് പ്രമാണത്തോട് മത്സരിക്കാതെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ് നിന്റെ നിത്യത, നിന്റെ വിശ്രമം, നിനക്കുള്ള സ്വസ്ഥതയെ നശിപ്പിച്ചു കളയാതെ ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ നിനക്ക് കഴിയുമോ? ഇന്ന് പകൽ ആരെങ്കിലും ദൈവത്തിന് അനുസരിക്കാതെ നിനക്കുള്ള വിശ്രമം, അന്ത്യവിശ്രമം, സ്വർഗരാജ്യത്തിന് നിത്യത നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പകൽ മടങ്ങി യേശുവിനോട് എത്തിച്ചു കൊടുത്ത്, കർത്താവ് എനിക്ക് വിശ്രമം ആവശ്യമാണ്, സ്വസ്ഥത എനിക്ക് പ്രവേശിക്കണം, സ്വർഗ്ഗം കാണാൻ എനിക്ക് പ്രവേശിക്കണം, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ രാജ്യം 800 കോടിയിലധികം ജനം തലമുറ കണ്ടെത്തിപ്പെടാത്തവർ, രാജ്യരാഷ്ട്രത്തലം അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, എല്ലാ ക്രമസമാധാനം വാനരംഗം നൽകുന്നവരും കർത്താവ് ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, ഓർഫനേജുകളുടെ ജീവിത തടവറയിലായിരിക്കുന്ന എല്ലാ സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയകൾ, അടക്കം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനയും എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വ്യാപാരപ്പെടുത്ത ജനത്തെ ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സ്രാജനം മരുഭൂമിയിൽ മോശയോട് മത്സരിച്ചു. അതവർക്ക് പാപമായി കണക്കിട്ട് അവർക്ക് വാഗ്ദത്തദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ പെട്ടുപോയെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശുവിനെ അനുസരിക്കാതെ പോകുന്ന ജനത്തിന്റെ അവസാനം നിത്യ നരകമാണെന്ന് മനസ്സിലാക്കി ഈ ജനം മടങ്ങി വന്ന് വചനത്തെ അനുസരിച്ച് മാനസാന്തരപ്പെടുവാൻ, ആത്മരക്ഷ പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.